യുവാവ് ഖത്തറിലേക്ക് സുഹൃത്തുക്കൾ തന്ന വിസിറ്റിംഗ് വിസയിൽ പോയ കൊല്ലം കടയ്ക്കൽ സ്വദേശി രതീഷ് ചന്ദ്രബോസ് താൻ ചെയ്യാത്ത കുറ്റത്തിന് ഇന്ന് ജയിലിലാണ്. സുഹൃത്തുക്കൾ കൊടുത്തയച്ച ബാഗിൽ മയക്കുമരുന്ന് ഉണ്ടായിരുന്നു എന്ന സംശയമാണ് രതീഷ് ജയിലിലാകുവാൻ കാരണം. രതീഷിന്റെ മോചനത്തിനു വേണ്ടി ഭാര്യ ആര്യയും പിഞ്ചു കുഞ്ഞും അച്ഛനും പ്രവാസ ലോകത്തിൽ എത്തിച്ചേർന്നു. രതീഷ് ഇപ്പൊ പോയിട്ട് എത്രയായി? 5 മാസത്തോളം. 5 മാസമായി. 1 മാസത്തെ വിസിറ്റ് വിസയ്ക്കാണോ 3 മാസത്തെ വിസിറ്റ് വിസ? 1 മാസത്തെ വിസിറ്റിങ്ങിനാ പോയത്. ആരാ കൊണ്ടുപോയി? ഇവിടുന്ന് ദിലീപ് എന്ന് പറയുന്ന ഒരാളെ സുഹൃത്തിന്റെ ഇതിലാണ് വിസയിലാണ് കയറി പോയത്. അവിടെ ചെന്ന് അപ്പൊ ഇവിടെ നിന്ന് തന്നെ ദിലീപ് എന്ന് പറയുന്ന ആള് ഒരു ബാഗ് കൊടുത്തു വിട്ടു. നീ ഇതിൽ തന്നെ തുണി വെച്ചെന്നും പറഞ്ഞ ആ ബാഗിൽ തന്നെ തുണിയും വെച്ചോണ്ട് ചേട്ടൻ കയറി പോയത്. അവിടെ ചെന്ന് പിറ്റേന്ന് തന്നെ അവരെ ഇരുന്ന് അതിൽ കുറച്ച് ചിപ്സ് ഒക്കെ ആയിരുന്നു, അതെല്ലാം എടുത്തുകൊണ്ട് അവരങ്ങ് പോയി. പിന്നെ ചേട്ടന്റെ തുണി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അവര് ആ ബാഗ് വേണം, ഇത് കണക്ക് റഷീദിന്റെ കൂട്ടുകാരൻ അടുത്ത് പോവേണമെന്ന് പറഞ്ഞു, നാട്ടിൽ തിരിച്ചു പോവേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ബാഗ് അങ്ങ് ചേട്ടൻ കൊടുത്തു. എന്നിട്ട് ചേട്ടൻ വേറൊരു കൊച്ചു ബാഗ് കൊടുത്തു. അതിൽ ചേട്ടൻ തുണിയൊക്കെ ഇട്ട് വെച്ച് കുറച്ചാൾ കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടനെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം തിരക്കിയപ്പോൾ ഇതുപോലെ അവരെ റൂമിൽ വന്ന് റെയ്ഡ് നടത്തിയെന്നും അവിടെ ചേട്ടന്റെ ബാഗിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയെന്നാണ് വന്നിരിക്കുന്നത്. ഈ ബാഗിലുണ്ടായിരുന്നു. ഇവരെടുത്തോണ്ട് പോയി ബാഗ് അവരുടെ റൂമിലാണ് റെയ്ഡ് ചെയ്തത്. ഇവനെ കൊണ്ടുപോയ സ്പോൺസർ റൂമിലാണ് റെയ്ഡ് ചെയ്തത്. അവരാണ് ബാഗ് എടുത്തോണ്ട് പോയത്. ഇവൻ താമസിക്കുന്ന മറ്റൊരു റൂമിലായിരുന്നു. അവിടെ റെയ്ഡ് ചെയ്തപ്പോൾ അവരെ ബാഗിനകത്ത് മയക്കുമരുന്നുണ്ടായിരുന്നു. ഇവന്റെ സ്റ്റിക്കറാണ് അതിൽ ഒട്ടിച്ചിരുന്നത് എയർപോർട്ടിൽ. എന്ത് ജോലിക്കാരനായാള്? എന്റെ മോനെ ഇവിടെ പാറ പണിക്കാരനായിരുന്നു. ജാക്കാണ്. അവര് ചതിച്ചാ കൊണ്ടുപോകുന്നത്. ഇവ കൊണ്ടു ചെല്ലുമ്പോ ആ ബാഗ് റൂമിൽ കൊണ്ടുപോകുമ്പോ അതിനകത്തൊന്നുമില്ല, കാലി ബാഗാണ് കൊണ്ടുപോകുന്നത്. ഇവരെ റൂമിൽ കൊണ്ടുപോകുന്നത് അല്ല അല്ല. ഈ ബാഗ് ഇവിടെ കൊണ്ടു ചെന്നവൻ ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവില്ല. ആ ബാഗിന്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ബാഗിന്റെ ഉള്ളിലല്ല വെക്കുക. ഈ ബാഗ് 5 ദിവസം വരെ അവന്റെ റൂമിൽ തന്നെ ഇട്ടിരുന്നു. അവര് സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോയുള്ളൂ. ഈ 5 ദിവസം കഴിഞ്ഞാണ് വന്ന് ഈ ബാഗ് വാങ്ങിക്കൊണ്ടു. ഈ ബാഗ് വാങ്ങിക്കൊണ്ടു പോകണത് എന്തിനാ? ബാഗ് അവരെ ഒരാളിന് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞാണ് ബാഗ് വാങ്ങിക്കൊണ്ടുപോയത്. ഇത് പിടിച്ചിരിക്കുന്നതെന്ന് പറയുന്ന സാധനം അങ്ങനെ വെച്ചിരിക്കുന്ന രീതിയിൽ, അങ്ങനെ ഈ പറയുന്ന രീതിയിൽ വെച്ചേക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമല്ല. 1.5 കിലോ കഞ്ചാവാണ് പിടിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. 1.5 കിലോ കഞ്ചാവെന്ന് പറയുമ്പോൾ നല്ല വെയിറ്റ് കുറഞ്ഞ സാധനവും. ഇത്രയും സാധനം ഒരു ചെറിയ ബാഗിൻ്റെ ഏത് സ്ഥലത്തും വെക്കാൻ പറ്റത്തില്ല. അത് പൊതിക്കെട്ടായിട്ടോ വല്ല ടിന്നിലോ എന്തെങ്കിലും വെക്കാൻ പറ്റത്തുള്ളൂ. അല്ല ഇതിനകത്തൊന്നും വെച്ച് തയ്ക്കാൻ പറ്റത്തില്ല ഈ 1.5 കിലോ സാധനം. അതുകൊണ്ട് ആ കാലി ഉള്ളിൽ വെച്ചിട്ട് കൊണ്ടുപോകാറുണ്ട്. ഷൂവിന്റെ ഉള്ളിൽ 1.5 കിലോ അല്ല, 1.5 കിലോ അല്ല കൊണ്ടുപോകാം. കൊണ്ടുപോയി. ഇത് 1.5 കിലോ എന്ന് പറയുമ്പോൾ അത് ഇത് അത്രയും ഈ കുട്ടി ഇയാളെ അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ മകൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ മറ്റുള്ളവര് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ 1.5 കിലോ സാധനം ഈ ബാഗിനകത്ത് വെച്ചുകൊണ്ട് പോകാൻ എന്തായാലും ഈ ഒരു പൊതിക്കെട്ടോ അല്ലെങ്കിൽ ഒരു ടിന്നിനകത്തോ അല്ല പറ്റത്തില്ല. ഈ 1.5 കിലോ സാധനം ഈ ബാഗിനകത്ത് എങ്ങും തുന്നി ചേർക്കാൻ പറ്റത്തില്ല. 1.5 കിലോ സാധനം ഇത് വെയിറ്റുള്ള സാധനമല്ല. വെയിറ്റില്ലാത്ത സാധനമാണ്. 1.5 കിലോ എന്ന് പറയുമ്പോൾ എത്ര പോയാലും ഒരു എങ്ങനെയൊക്കെ നമ്മൾ ചവിട്ടി പൊതിഞ്ഞെടുത്താൽ ഇത്രയെങ്കിലും ഒരു ബോൾ വരും. എത്ര രൂപ കൊടുത്തു വിസയ്ക്ക്? വിസയ്ക്ക് ഫ്രീ വിസയായിരുന്നു. അവരുടെ ഒരു സുഹൃത്തെ വിളിച്ചു അവർക്ക് പറഞ്ഞത് ഹിന്ദി അറിയാവുന്ന ഒരു ആള് വേണം. അവർക്ക് അവിടെ ആക്രി കടയുടെ മാനേജരായിട്ടിരിക്കും. ഈ കുട്ടി ഇയാൾക്ക് ഏകദേശം ഹിന്ദി അറിയോ? അവന് ഹിന്ദി അറിയാമോ? ബോംബെയില് വീഡിയോ സ്റ്റുഡിയോ ഫോട്ടോ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട്. ബോംബെയില് പൂനെയിലുണ്ടായിരുന്നു 1 വർഷം നടത്തിയത്. 1 വർഷം ബോംബെയിലുണ്ടായിരുന്നു. അന്ന് ഞാൻ ബോംബെയിലായിരുന്നു. നിങ്ങൾ ബോംബെ ഉണ്ടായിരുന്നു. ഞാൻ 14 കൊല്ലം ബോംബെയില് മിനറൽ വാട്ടറിന്റെ ബിസിനസ് ആയിരുന്നു ശമ്പളത്തിന്. ഇപ്പോഴും അവന്റെ പേരിൽ മറ്റേ കേസുകളൊന്നും അവർ ചാർജ് ചെയ്തിട്ടില്ല. അവൻ നിരപരാധിയാണെന്നുള്ളത് അവർക്കും അറിയാം. അവിടെ ഉള്ളവര് ഇപ്പം ഈ പറഞ്ഞ ആളൊക്കെ തന്നെ നിരപരാധിയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആള് കുറ്റം ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് കൊണ്ടുവന്നേന്നുള്ള സംശയത്താലാണ് ഇങ്ങനെ ജയിലിലിട്ടേക്കുന്നത്. ആഴ്ച 1 ദിവസം 2 ദിവസം ഞങ്ങൾക്ക് ഫോൺ ചെയ്യാറുണ്ട്. ദോഹയിലെ പ്രവാസലോകം പ്രവർത്തകരോടും പൊതുപ്രവർത്തകരോട് കൂടിയുള്ള ഒരു അഭ്യർത്ഥനയാണ്. പ്രവാസ ലോകത്തിൽ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ ഇതിനു മുമ്പ് വന്നു.
പലപ്പോഴും നിരപരാധികൾ തന്നെയാണ് 90% അതിൽ ശിക്ഷിക്കപ്പെടുകയോ ജയിലിലടക്കുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യുന്നത്. ഇത് വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് എന്ന് എല്ലാവരോടും പറയാനാകും. ഇത് പ്രവാസ ലോകത്തില് തുടക്കത്തില് നിലമ്പൂരിൽ തോട്ടം മേഖലയിൽ പണിയെടുത്തിരുന്ന 4 കുട്ടികളെ ഗൾഫിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരോട് ഷൂ ഇടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിർബന്ധം പറഞ്ഞു. അവർ പാവങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത സാധാരണ തോട്ടം തൊഴിലാളികൾ ഷൂവും പാൻറ്റൊക്കെ ഇട്ട് അവിടെ ചെന്ന് ഇറങ്ങിയ വശം പിടിച്ച് അതിൽ 3 പേരുടെ തല വിട്ട് വെച്ചു. ഒരാൾ രക്ഷപ്പെട്ട ആൾ കൈരളി ചാനലിൽ വന്നിരുന്നു. അതിൽ ഇത്രയും ക്രൂരമായ ഒരു നടപടി അവരെ കൈയോടെ പിടിക്കുകയും ചെയ്തു. ഇതിപ്പോൾ ഇയാൾ ക്യാരി ചെയ്തു എന്ന് പറഞ്ഞ സംശയത്തിലാണ്. ഇയാളുടെ അടുത്തുനിന്ന് പ്രൂഫൊന്നും കിട്ടിയിട്ടില്ല. അതിൽ രതീഷ് ഇതിൽ വളരെ നിഷ്കളങ്കനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രവാസ ലോകത്തിന് പറയാനുള്ളത്, ഇനി ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ എത്ര അടുത്ത ആളായാലും യാത്രയിൽ നിങ്ങൾ അത് സ്വീകരിക്കരുത് എന്നാണ് പറയുന്നത്. 1 അല്ല 2 അല്ല 100 അനുഭവങ്ങളാണ് നമ്മളെ മുമ്പിലുള്ളത്. വളരെ അടുത്ത ആളുകൾ കത്തായിട്ടും ചെറിയ ചെറിയ സംഭവങ്ങളായിട്ടും ഒക്കെ നിങ്ങൾ കയ്യിൽ തന്നേൽപ്പിക്കുമ്പോൾ അതിനുള്ളിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതെന്ന് ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാറില്ല. പല ആളുകളും, നല്ല പരിചയമുള്ള ആളുകൾ പോലും ചതിക്കപ്പെട്ടതായിട്ടുള്ള എത്രയോ വാർത്തകൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. രതീഷ് തീർച്ചയായിട്ടും അത്തരത്തിൽ ചതിക്കപ്പെട്ടോ എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. രതീഷ് നിഷ്കളങ്കനാണ്, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒന്നും അറിയാത്ത ഒരാളാണ്, പാവമാണ്. അതുകൊണ്ട് പ്രവാസ ലോകം പ്രവർത്തകരോട് ഈ പറഞ്ഞു കേട്ടതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നിയമ സഹായങ്ങൾ ചെയ്ത് രതീഷിനെ ഇറക്കാൻ പറ്റുമോ നോക്കണം. ഇത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അന്നം തേടി പോകുമ്പോൾ ഇത്തരത്തിലുള്ള കുരുക്കിൽ കൊണ്ട് ചാടിക്കുന്നത് നല്ലതല്ല എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും പറയാനുള്ളത്. പ്രഥമ ദൃഷ്ട്യാ കൊണ്ടുപോയവർക്ക് പേരിൽ സംശയം തോന്നുന്ന കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്. ഇവരങ്ങനെ വിശ്വസിക്കുന്നില്ല, അച്ഛനും മകളും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുപോയ മനുഷ്യരിൽ ഞാൻ ചില സംശയങ്ങൾ കാണുന്നു എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോൾ അതിൻ്റെ ഒരു തെളിവെടുപ്പിനോ മറ്റോ അല്ല ശ്രമിക്കുന്നത്. രതീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ജീവിതം തേടിപ്പോയ മനുഷ്യൻ, അന്നം തേടിപ്പോയ മനുഷ്യൻ, വളരെ ആസൂത്രിതമായിട്ട് അല്ലെങ്കിൽ തൻ്റെ അറിവില്ലാതെ താൻ ഒരു ചതിയിൽപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. എങ്ങനെയാണ് രക്ഷിക്കാൻ പറ്റുക എന്നുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ചോളം മുന്നിലില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നന്മയുള്ള മലയാളികൾ ഖത്തറിലുണ്ട് എന്ന് എനിക്കറിയാം. എത്രയോ സുഹൃത്തുക്കളുണ്ട്. അവർ ഇത് അന്വേഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. അവരന്വേഷിച്ച് രതീഷിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്ത്, നിയമസഹായം ചെയ്ത് അദ്ദേഹത്തെ പുറത്തിറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. കൊണ്ടുപോയ ആളുകളുടെ ഉത്തരവാദിത്തമാണ് രതീഷിനെ പുറത്തിറക്കുന്നത് എന്ന് കൂടി ഞാൻ പറയുന്നു. നിരാലംബമായി പോകുന്ന ഈ കുടുംബത്തെ സഹായിക്കാനുള്ള സർവ്വ ഉത്തരവാദിത്വവും അവർക്കുണ്ട്. ആ ബാഗിൽ നിന്ന് അങ്ങനെ വെറുതെ കിട്ടൂലല്ലോ, വെറുതെ പോലീസ് അവിടെ കൊടുന്നു വെച്ചിട്ട് പോവുകയില്ലല്ലോ. അപ്പം അതിലേക്കൊന്നുള്ള തർക്ക വിഷയത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. പക്ഷെ രതീഷിനെ രക്ഷിക്കാനുള്ള ചുമതല തീർച്ചയായിട്ടും ഇവർക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഇവരൊരു അക്ഷരം കൊണ്ടുപോയവരെ പറ്റി പറഞ്ഞില്ല. അതാണ് എനിക്ക് ഇവരെ കുറിച്ച് ഒരു മതിപ്പ് തോന്നുന്നത്. ആ കുടുംബം ഒരു കുറ്റം അവരെ പേരിൽ ആരോപിക്കുന്നില്ല. ഞാനും കുറ്റാരോപിക്കുകയല്ല, പക്ഷെ എൻ്റെ സംശയങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പൊതുപ്രവർത്തകനാണ്. അപ്പോൾ അതുകൊണ്ട് പ്രവാസ ലോകം പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയ രതീഷിനെ രക്ഷിക്കണം. അതുപോലെ തന്നെ കൊണ്ടുപോയ ആളുകൾ അയാളെ പൂർണ്ണമായി മോചിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ കുടുംബത്തെ
രതീഷ് വേഗം തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അയക്കുകയാണ്.